നമസ്കാരം, ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതീക്ഷകളുമായി ലോകം പുതുവർഷത്തിലേക്ക്. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെയും സംഘർഷങ്ങളുടെയും കാർമേഘങ്ങൾ ഒഴിഞ്ഞ ആശ്വാസം. പ്രവാസികൾ വിട പറയുന്നത് നിതാക്കാത്തിന്റെ വർഷത്തോട്. കേരളം നവവത്സരാഘോഷ ലഹരിയിൽ. ഒമാനിൽ മലയാളിയെ കഴുത്തറുത്തു കൊന്ന നിലയിൽ മരിച്ചത് വളാഞ്ചേരി സ്വദേശി അനിൽകുമാർ. സ്വയം കഴുത്തറുത്തതെന്ന് കൂടെ താമസിക്കുന്നവർ. റോയൽ ഒമാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സൗദിയിൽ കാണാതായ യുവാവിനു വേണ്ടി 14 വർഷമായി കുടുംബാംഗങ്ങളുടെ കാത്തിരിപ്പ്. പരാതി നൽകിയിട്ടും നടപടിയൊന്നുമില്ല. കാണാതായത് മലപ്പുറം ചെറുമുക്ക് പള്ളിക്കത്താഴത്ത് ഹംസയെ. സൗദിയിൽ നിതാക്കാത്ത് പദ്ധതിയുടെ പരിഷ്കരിച്ച പതിപ്പ് തൊഴിൽ മന്ത്രാലയം തയ്യാറാക്കി. പരിഷ്കരിച്ച പതിപ്പ് ഉടൻ പുറത്തുവിടും. ലക്ഷ്യമിടുന്നത് രാജ്യത്തിന്റെ തൊഴിൽ മേഖലകളിൽ സ്വദേശികളുടെ നിയമന ശതമാനം വർദ്ധിപ്പിക്കാം. രമേശ് ചെന്നിത്തലയുടെ സത്യപ്രതിജ്ഞ നാളെ രാവിലെ 11:20. മന്ത്രിസഭയിൽ നിന്ന് ആരും പുറത്തു പോകില്ലെന്ന് മുഖ്യമന്ത്രി. വകുപ്പുകൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രഖ്യാപിക്കും. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല. ഗണേശന് മന്ത്രിസ്ഥാനമില്ല. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുമാറുകയും സാമ്പത്തിക മേഖലകളിൽ കുതിപ്പിനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്തു. 2013 ഗൾഫ് മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ നേട്ടമാണ് ഈ അനുകൂല സാഹചര്യം. അതേസമയം ജനായത്ത സർക്കാരുകളെ പോലും അട്ടിമറിച്ചതിന്റെയും ലക്ഷങ്ങൾ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ടതിന്റെയും ദാരുണ ദൃശ്യങ്ങളാണ് അറബ് മേഖല ബാക്കി നിർത്തുന്നത്. പ്രതീക്ഷയും ആശങ്കയും നിറഞ്ഞ പശ്ചാത്തലത്തിൽ തന്നെയാണ് അറബ് ലോകം 2014ലേക്ക് പ്രവേശിക്കുന്നത്. ആണവ പ്രശ്നത്തിൽ ഇറാനും വൻശക്തി രാജ്യങ്ങളും കയ്യൊപ്പ് ചാർത്തിയതാണ് ഗൾഫ് മേഖലയ്ക്ക് 2013 ഏറ്റവും പ്രിയപ്പെട്ടതാകാൻ കാരണം. UAEയും ഒമാനും ഉൾപ്പെടെ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഇതിലൂടെ രൂപപ്പെട്ട ആഹ്ലാദം ചെറുതല്ല. യുദ്ധ സാഹചര്യം അകന്നതോടെ സാമ്പത്തിക മേഖലയിലും മറ്റും വൻ കുതിപ്പിനൊരുങ്ങുകയാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും. ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പാക്കിയും തദ്ദേശീയ ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ അവസരം നൽകിയും മേഖലയുടെ കെട്ടുറപ്പും ഐക്യവും നിലനിർത്താനാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളുടെയും നീക്കം. വൻതോതിൽ നിക്ഷേപത്തിന് വേദിയൊരുങ്ങുന്നതിലൂടെ പ്രവാസികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളാവും ഗൾഫിൽ രൂപപ്പെടുന്നത്. അതേസമയം സിറിയൻ പ്രതിസന്ധി മാറ്റമില്ലാതെ തുടരുന്നത് ഗൾഫിന്റെ കൂടി വേദനയായി മാറുകയാണ്. ഫലസ്തീൻ ജനതയുടെ ദുരിതപർവ്വത്തിലും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. ഈജിപ്തിൽ മുർസി സർക്കാരിനെ പുറന്തള്ളിയ സൈനിക നീക്കവും മേഖലയിൽ തുടരുന്ന പൗരാവകാശ ലംഘനങ്ങളും ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഏകീകൃത കറൻസിക്ക് രൂപം നൽകാനുള്ള GCC നീക്കം പാളിയതും 2013 നിർഭാഗ്യങ്ങളിൽ ഒന്ന് മാത്രം. അതേസമയം യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള അറബ് ഭരണാധികാരികളുടെ പുതിയ നീക്കങ്ങൾ കൂടുതൽ പ്രതീക്ഷയ്ക്ക് വക നൽകുകയും ചെയ്യുന്നു. ഇനിയും തുടരുന്ന സിറിയൻ പ്രതിസന്ധിയുടെ വേദന ഒരു ഭാഗത്ത്, അതേസമയം ഇറാനും വൻശക്തി രാജ്യങ്ങളുമായി ഒപ്പുവെച്ച ആണവ കരാർ 2013 ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായി മാറുകയാണ്. കാലുഷ്യങ്ങളില്ലാത്ത നല്ലൊരു ഭാവിയാണ് 2014 ഗൾഫ് മേഖല സ്വപ്നം കാണുന്നതും. ക്യാമറാമാൻ യൂസഫ് അലിക്കൊപ്പം MCA നാസർ, മീഡിയ 1, ദുബൈ. 2014ലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പ്രതീക്ഷകളും ആശങ്കകളുമായി UAEക്ക് പറയാൻ വിശേഷങ്ങളേറെ. ദുബൈയിൽ നിന്നുള്ള റിപ്പോർട്ട്. കാലത്തിന്റെ ഘടികാര സൂചി ഒരു വർഷം കൂടി മുന്നോട്ട് പോയിരിക്കുന്നു. UAEയെ സംബന്ധിച്ചിടത്തോളം ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച നാളുകളായിരുന്നു 2013. രാജ്യം കാതോർത്തിരുന്ന വാർത്തയായിരുന്നു 2020 വേൾഡ് എക്സ്പോ ദുബൈക്ക് ലഭിക്കണമെന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായിരുന്നു ഇത്. ലോകത്തെ ഏറ്റവും വലിയ പിരിയൻ കെട്ടിടം, UAEയിലെ വിവിധ എമിറേറ്റുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ദേശീയ റെയിൽവേ നെറ്റ്വർക്കായ ഇത്തിഹാദ് റെയിലിന്റെ നിർമ്മാണത്തിലെ പുരോഗതി, ദുബൈയിലുള്ളവരുടെ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കാനുള്ള നീക്കം, FIFA അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിന് വേദിയാവാനുള്ള ഭാഗ്യം തുടങ്ങി നേട്ടങ്ങളുടെ പട്ടിക നീളുന്നു. രൂപയുടെ വിലയിലുണ്ടായ ഇടിവ് താൽക്കാലികാശ്വാസം പ്രവാസികൾക്ക് നൽകിയതും ജനസമ്പർക്കവുമായി കേരള മുഖ്യമന്ത്രി ഷാർജയിലെത്തിയതും ഈ വർഷമായിരുന്നു. എയർ ഇന്ത്യയുടെ കടുത്ത അവഗണനയ്ക്കിരയാവുകയെന്ന പ്രവാസി മലയാളികളുടെ സ്ഥിരാനുഭവങ്ങളും പ്രവാസി പ്രശ്നങ്ങളോട് പ്രവാസികാര്യ മന്ത്രാലയങ്ങളുടെ നിഷേധാത്മക നിലപാടും കഴിഞ്ഞ വർഷത്തിന്റെ കറുത്ത ഓർമ്മകളിൽ പ്രവാസി ഇന്ത്യക്കാർക്ക് സൂക്ഷിക്കാം. വേൾഡ് എക്സ്പോയുമായി ബന്ധപ്പെട്ട് കെട്ടിട വാടക വർദ്ധിക്കുന്നെന്ന ആശങ്ക മലയാളികളടക്കമുള്ളവർക്കിടയിൽ ഉയരുന്നുണ്ടെങ്കിലും 3 ലക്ഷത്തോളം പുതിയ തൊഴിൽ സാധ്യതകൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. പ്രതീക്ഷയുടെ നെറുകയിലാണ് UAE 2014 വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ദുബൈയിൽ നിന്നും ക്യാമറാമാൻ യൂസുഫ് അലിക്കൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ 1. നിതാക്കാത്തിന്റെ വർഷമാണ് സൗദിയിലെ പ്രവാസികളിൽ നിന്ന് വിട പറയുന്നത്. പ്രവാസി കുടുംബങ്ങളെക്കാൾ സംസ്ഥാന സാമൂഹ്യ സാമ്പത്തിക മേഖലയെ തന്നെ നിതാക്കാത്ത് പേടിപ്പിച്ച വർഷമാണ് 2013. നിതാക്കാത്ത് നടപ്പിലായതിനു ശേഷം ഒരു തിരിച്ചുവരവിനുള്ള ഒരുക്കത്തിലാണ് സൗദിയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം.
സ്വദേശി പൗരന്മാർക്ക് തൊഴിൽ നൽകുന്നതിനായി 2 വർഷം മുമ്പ് ആരംഭിച്ച നിതാക്കാത്ത നടപടിക്രമങ്ങൾ ഈ വർഷം മാർച്ച് അവസാനത്തോടെയാണ് പ്രവാസി സമൂഹത്തെ ഭയപ്പെടുത്തിയത്. ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ സ്വദേശികളെ നിയമിക്കാനുള്ള തീയതി മാർച്ച് 25 അവസാനിച്ചതോടെയാണ് പ്രവാസ ലോകത്തും കേരളത്തിലും ഭീതിജനകമായ സാഹചര്യമുണ്ടായത്. പിറ്റേ ദിവസം മുതൽ സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവാസികളുടെ പ്രവാഹമുണ്ടാകുന്നവരെ പ്രചരണമുണ്ടായി. നേതാക്കളും മാധ്യമങ്ങളും പ്രചരണത്തിന് നേതൃത്വം നൽകി. നിയമവിധേയരാകാനും രാജ്യം വിടാനും 2 തവണകളിലായി സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് 7 മാസത്തെ ഇളവ് നൽകി. 12.5 ലക്ഷത്തോളം ഇന്ത്യക്കാർ തങ്ങളുടെ രേഖകളും മറ്റും ശരിയാക്കി നിയമവിധേയരായി. പ്രവാസി സംഘടനകളും ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഇന്ത്യൻ സ്കൂളുകളും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു. നവംബർ 3 ഇളവ് കാലാവധി അവസാനിച്ച ശേഷം നടന്ന പരിശോധനയിൽ ഇന്ത്യക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞതും ഇത് കാരണം തന്നെ. പ്രവാസി നിക്ഷേപകർക്കും ചെറുകിട കച്ചവടക്കാർക്കുമാണ് നിതാക്കാത്ത് വലിയ പ്രയാസമുണ്ടാക്കിയത്. നിതാക്കാത്ത് സൗദിയിലെ മലയാളി സാമൂഹിക സാംസ്കാരിക മേഖലയും പിന്നോട്ടടിപ്പിച്ചു. ഇന്ത്യൻ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും തങ്ങൾക്ക് ആശ്രയിക്കാനുള്ള ഇടമായി അനുഭവപ്പെട്ട വർഷം കൂടിയാണ് കഴിഞ്ഞു പോകുന്നത്. പുതുവർഷം പ്രതീക്ഷയോടുകൂടിയാണ് സൗദിയിലെ ഇന്ത്യക്കാർ കാണുന്നത്. ഇന്ത്യ സൗദി ഗാർഹിക തൊഴിൽ കരാർ ജനുവരി ആദ്യത്തോടെ യാഥാർത്ഥ്യമാകും. ഇത് 7 ലക്ഷത്തോളം ഇന്ത്യക്കാർക്ക് പ്രയോജനപ്പെടും. റിയാദ് മെട്രോയിലടക്കം നിരവധി തൊഴിലവസരങ്ങൾ ഇന്ത്യക്കാർക്ക് സൗദിയിൽ കാത്തിരിക്കുന്നുണ്ട്. നിതാക്കാത്ത് നടപ്പിലായതിനു ശേഷവും തങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് സൗദിയിലെ ഓരോ പ്രവാസിയും. അടുത്തിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്ന സൗദി ഇന്ത്യ തൊഴിൽ കരാർ അടക്കമുള്ളവ തങ്ങൾക്ക് സഹായകമാവുന്ന പ്രതീക്ഷയിലും. റിയാദിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1. കുവൈത്ത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെയും ഭീതിയുടെയും വർഷമാണ് വിട പറയുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പും അടുത്തടുത്ത് നടന്ന 2 ഉച്ചകോടികളും ഏറ്റവും ഒടുവിൽ അരങ്ങേറിയ മന്ത്രിസഭാംഗങ്ങളുടെ രാജിയുമടക്കം നിരവധി സുപ്രധാന രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്ക് 2013 കുവൈത്ത് സാക്ഷിയായി. സൗദിയിലെ നിതാക്കാത്ത് ആശങ്കകൾക്കിടയിലായിരുന്നു കുവൈത്തും സ്വദേശിവൽക്കരണത്തിന്റെ പാതയിലാണെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വന്നത്. 10 വർഷത്തിനുള്ളിൽ ദശലക്ഷം വിദേശികളെ പുറത്താക്കുമെന്ന തൊഴിൽ മന്ത്രിയുടെ പ്രസ്താവന വിവാദങ്ങൾക്ക് തിരികൊളുത്തിയെങ്കിലും തുടർന്നറങ്ങേറിയ സംഭവങ്ങൾ അത്തരമൊരു സാധ്യതയെ ശരിവെക്കുന്നതായിരുന്നു. അനധികൃത താമസക്കാരെ കണ്ടെത്താൻ ആഭ്യന്തര വകുപ്പ് നടത്തിയ പരിശോധനകൾ രാജ്യത്ത് യുദ്ധസമാന സാഹചര്യമായിരുന്നു സൃഷ്ടിച്ചത്. ഗതാഗത നിയമലംഘനങ്ങളുടെ പേരിൽ പോലും വിദേശികളെ നാടുകടത്തിയ ആഭ്യന്തര വകുപ്പിന്റെ നടപടി ആളുകളെ അക്ഷരാർത്ഥത്തിൽ ഭീതിയിലാക്കി. പുതുതായി ചുമതലയേറ്റ ഗതാഗത വകുപ്പ് മേധാവിയുടെ ഭരണപരിഷ്കാരങ്ങളും സാധാരണ പ്രവാസികളെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തിയത്. കുവൈത്ത് രാഷ്ട്രീയത്തിലും ഒട്ടേറെ നിർണായക സംഭവങ്ങൾക്കാണ് ഈ വർഷം സാക്ഷ്യം വഹിച്ചത്. ചരിത്രത്തിലാദ്യമായി റമദാനിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സർക്കാർ അനുകൂലികൾക്കായിരുന്നു വിജയമെങ്കിലും ഏറ്റവും ഒടുവിൽ മന്ത്രിസഭാംഗങ്ങളുടെ കൂട്ടരാജിയിലെത്തി നിൽക്കുകയാണ് രാജ്യത്തെ ജനാധിപത്യ വർത്തമാനം. 3 ഉച്ചകോടികൾക്കും ഇക്കാലയളവിൽ കുവൈത്ത് ആതിഥ്യമരുളി. നവംബറിൽ നടന്ന ആഫ്രോ അറബ് ഉച്ചകോടിയും ഈ മാസം അരങ്ങേറിയ GCC സുപ്രീം കൗൺസിലുമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടവ. പുതുവർഷാരംഭത്തിൽ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്ന പൊതുമാപ്പ് പ്രഖ്യാപനത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പല കാരണങ്ങളാൽ അനധികൃതരാക്കപ്പെട്ട മലയാളികളടക്കമുള്ള പ്രവാസികൾ. ഒപ്പം ജനുവരി മധ്യത്തോടെ നടക്കാനിരിക്കുന്ന സിറിയൻ സഹായ ഉച്ചകോടിയുടെ ഒരുക്കങ്ങളുമായി കുവൈത്ത് അധികൃതരും. തുടർച്ചയായ 4 അവധി ദിനങ്ങളോടെയാണ് കുവൈത്ത് 2014 പ്രവേശിക്കുന്നത്. ആഘോഷങ്ങൾക്ക് പരിധിയുണ്ടെങ്കിലും തുടർച്ചയായി ലഭിക്കുന്ന 4 അവധി ദിനങ്ങളെ ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് കുവൈത്ത് നിവാസികൾ. ക്യാമറ പേഴ്സൺ സുനിൽ കനൂജിയൊപ്പം മുനീർ അഹമ്മദ്, മീഡിയ 1. വിമർശനങ്ങളുടെയും നേട്ടങ്ങളുടെയും വർഷമായിരുന്നു ഖത്തറിന് 2013. പുതിയ ഭരണാധികാരിയെ ലഭിച്ചു എന്നതാണ് 2013 നിന്ന് 2014 ഖത്തറിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം. അറബ് ലോകത്തെ അപൂർവമായൊരു അധികാര കൈമാറ്റത്തിനായിരുന്നു 2013 ഖത്തർ സാക്ഷ്യം വഹിച്ചത്. സെപ്റ്റംബർ 25 ഖത്തറിന്റെ മുൻ അമീറായിരുന്ന ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ ആൽ സാനി തന്റെ മകനും കിരീടാവകാശിയുമായ ഷെയ്ഖ് തമീം ബിൻ ഹമദ് ആൽ സാനിക്ക് സ്വമേധയാ അധികാരം കൈമാറുകയായിരുന്നു. മരണം വരെ അധികാരത്തിൽ തുടരുകയെന്ന മേഖലയിലെ നാട്ടുനടപ്പിനാണ് ഷെയ്ഖ് ഹമദ് വിരാമമിട്ടത്. ലോകകപ്പിന് ആതിഥ്യമരുളുന്നതിന്റെ പേരിൽ ഖത്തർ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന വർഷം കൂടിയായി 2013. 2022 ലോകകപ്പ് ജൂൺ മാസത്തിലായതിനാൽ ചൂട് സഹിക്കാൻ കഴിയില്ലെന്നും സമയം മാറ്റണമെന്നും ചില യൂറോപ്യൻ ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടു. തുടർന്ന് ഫിഫ പ്രസിഡന്റ് സെപ്പ് ബ്ലാറ്റർ ദോഹയിലെത്തുകയും ഖത്തർ അമീറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ധാരണയുണ്ടാക്കുകയും ചെയ്തു. ദ ഗാർഡിയൻ ദിനപത്രത്തിൽ ഖത്തറിലെ നേപ്പാൾ തൊഴിലാളികളെക്കുറിച്ച് വന്ന വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായി. മെട്രോ റെയിലിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡ് വികസനങ്ങളും വലിയ രീതിയിൽ നടന്നു. അറബ് ലീഗ് സമ്മേളനം ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സമ്മേളനങ്ങൾക്ക് ഖത്തർ വേദിയൊരുക്കി. താലിബാന് വേണ്ടിയുള്ള കാര്യാലയം, സിറിയ, ഈജിപ്ത്, ഫലസ്തീൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തുടങ്ങി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഖത്തറിന്റെ നിലപാട് നിർണായകമായി. 2013 ഖത്തറിന്റെ ചരിത്രം ഓർമ്മിക്കുന്നത് അധികാര കൈമാറ്റം നടന്ന വർഷം എന്ന് തന്നെയായിരിക്കും. ഏറെ പ്രതീക്ഷകളോടെയും വികസന പ്രവർത്തനത്തോടെയുമാണ് പുതുവർഷത്തിലേക്ക് രാജ്യം മുന്നോട്ട് പോകുന്നത്. ഏവർക്കും പുതുവർഷം ആശംസിച്ചുകൊണ്ട് റമീസ് ചാത്യാറ, മീഡിയ 1, ദോഹ. ഒമാനിലെ പ്രവാസികൾക്ക് 2013 കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ സമ്മാനിച്ച വർഷമായിരുന്നു. സംഘടനാ നിയന്ത്രണം മുതൽ വിസ നിരോധം വരെ പ്രഖ്യാപിച്ച വർഷമാണ് കടന്നുപോകുന്നത്. ഒമാനിൽ വാരാന്ത്യ അവധി ദിനങ്ങൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നിന്ന് വെള്ളി ശനി ദിവസങ്ങളിലേക്ക് മാറിയതാണ് 2013 സമ്മാനിച്ച വലിയ മാറ്റം.
രാജ്യത്ത് ഇസ്ലാമിക് ബാങ്കുകളും ഇസ്ലാമിക് ഓഹരി സൂചികയും നിലവിൽ വന്നു. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികൾക്ക് കുറഞ്ഞ ശമ്പളം 350 റിയാലാക്കി ഉയർത്തിയതിന് പിന്നാലെ കൂടുതൽ കർശനമായ സ്വദേശിവൽക്കരണ നടപടികൾക്ക് 2013 സാക്ഷ്യം വഹിച്ചു. പ്രവാസികൾക്ക് കുടുംബ വിസ ലഭിക്കാനുള്ള കുറഞ്ഞ ശമ്പളം 600 റിയാലാക്കി ഉയർത്തി. ഫാമിലി വിസ ലഭിക്കാൻ താമസിക്കുന്ന കെട്ടിടത്തിന്റെ വാടക കരാർ നിർബന്ധമാക്കി. ചെറുകിട നിർമ്മാണ കമ്പനികളിലെ തൊഴിലാളികൾ മുതൽ സെയിൽസ്മാൻ വരെയുള്ള വിവിധ തസ്തികകളിൽ 6 മാസത്തേക്ക് വിസ നിരോധനം പ്രഖ്യാപിച്ചു. ഇതിനിടെ സംഘടനാ പ്രവർത്തനത്തിന് നിലവിലുണ്ടായിരുന്ന നിയന്ത്രണം കൂടുതൽ കർശനമാക്കുന്നതിനും 2013 സാക്ഷിയായി. എന്നാൽ കടുത്ത സ്വദേശിവൽക്കരണ നടപടികൾക്കിടയിലും ഒമാനിലെ പ്രവാസികളുടെ എണ്ണം ഇരട്ടിയിലേറെ വർദ്ധിച്ചു എന്നതാണ് വിചിത്രം. 2013 സെൻസസ് പ്രകാരം 116% പ്രവാസികളുടെ എണ്ണം ഒമാനിൽ വർദ്ധിച്ചത്. നിയന്ത്രണങ്ങൾക്കൊപ്പം പുതിയ മേച്ചിൽപ്പുറങ്ങൾ പ്രവാസികൾ കണ്ടെത്തുന്നു എന്ന് വ്യക്തം. 2014 പ്രതീക്ഷയും ഇതാണ്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. പുതുവർഷം പിറക്കുമ്പോൾ നിറഞ്ഞ പ്രത്യാശയും ശുഭപ്രതീക്ഷയുമാണ് അറേബ്യയുടെ പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ബഹ്റൈനിലുടനീളം ദൃശ്യമാകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിയുടെ പുതുവർഷമാണ് ഇവർ കാത്തിരിക്കുന്നത്. പുതുവർഷം പിറക്കുമ്പോൾ നിറഞ്ഞ പ്രത്യാശയും ശുഭപ്രതീക്ഷയുമാണ് അറേബ്യയുടെ പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ബഹ്റൈനിലുടനീളം ദൃശ്യമാകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ക്ഷേമൈശ്വര്യങ്ങളുടെയും പ്രഭാവമുള്ള ഒരു പുതിയ വർഷത്തെയാണ് രാജ്യവും ജനതയും കാത്തിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ദ്രുതഗതിയിലുള്ള പുരോഗതിക്കും വികസന സ്വപ്നങ്ങൾക്കും മേൽ തുടർച്ചയായി അരങ്ങേറിയ പ്രക്ഷോഭങ്ങൾ കരിനിഴൽ വീഴ്ത്തിയെങ്കിലും സമാധാനപൂർണമായ പൗരജീവിതവും ദേശീയ സുരക്ഷയും ഭരണകൂടം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സംഘർഷങ്ങളെ ഉള്ളുതുറന്ന സംഭാഷണങ്ങളിലൂടെയും തുടർചർച്ചകളിലൂടെയും പരിഹരിക്കാനാണ് ദേശീയ സംവാദത്തിലൂടെ അധികൃതർ പരിശ്രമിക്കുന്നത്. ബഹ്റൈൻ തലസ്ഥാനത്ത് നടന്ന മനാമ ഡയലോഗിലും ഒട്ടനവധി ഔപചാരിക ചർച്ചകളിലും ആഭ്യന്തര സുരക്ഷയ്ക്കും മധ്യപൗരസ്ത്യ മേഖലയിലെ ശക്തമായ സൈനിക സഹകരണത്തിനും വേണ്ടിയുള്ള നിലപാടുകളാണ് രാജ്യം ഉയർത്തിപ്പിടിച്ചത്. പ്രവാസികളോട് ഉദാരവും അനുഭാവപൂർണവുമായ സമീപനമാണ് പൊതുവെ ബഹ്റൈനിലെ ഭരണകൂടത്തിൽ നിന്നും ഉണ്ടാകുന്നത്. കിരീടാവകാശി ഷെയ്ഖ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ കേരള സന്ദർശനവും കേന്ദ്രമന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ബഹ്റൈൻ സന്ദർശനവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഏറെ സഹായകമായി. തൊഴിൽ പ്രശ്നങ്ങളിലും മറ്റും ഇന്ത്യൻ എംബസി നടത്തുന്ന ക്രിയാത്മക ഇടപെടലുകളും പ്രവാസികളുടെ പൊതുജീവിതത്തിനും വ്യവഹാരത്തിനും ലഭിക്കുന്ന മാന്യമായ സ്വീകാര്യതയും ഈ രാജ്യത്തെ പ്രവാസികൾക്ക് പ്രിയങ്കരമാക്കി നിലനിർത്തുന്നു. ഈ അടുത്തു നടന്ന 42ാം ദേശീയ ദിനാഘോഷ പരിപാടികളിൽ പ്രവാസികളുടെ ഭാഗത്തു നിന്നുണ്ടായ സജീവ പങ്കാളിത്തത്തിലും രാജ്യത്തോടുള്ള ഈ ഊഷ്മള ബന്ധമാണ് പ്രതിഫലിച്ചു കണ്ടത്. ഭാവിയെക്കുറിച്ചുള്ള നല്ല സ്വപ്നങ്ങളുമായി പുതുവർഷത്തെ വരവേൽക്കാൻ ബഹ്റൈനിലെ തെരുവുകളും ഗ്രാമങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. പ്രതിസന്ധികളെ ധീരമായി മറികടന്ന് പ്രതീക്ഷാ നിർഭരമായ പുതുവർഷത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് ബഹ്റൈൻ എന്ന കൊച്ചുരാജ്യം. പുതുവത്സരം പിറക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിൽ നിന്നും ക്യാമറാമാൻ ഷംജിത്തിനോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. പുതുവത്സര ദിനം പ്രമാണിച്ച് ബുധനാഴ്ച കുവൈത്തിലെ ഇന്ത്യൻ എംബസിക്ക് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നബിദിനമായതിനാൽ ജനുവരി 14-നും റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് ജനുവരി 26-നും അവധിയായിരിക്കുമെന്നും എംബസി അധികൃതർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതുവർഷം എത്തിത്തുടങ്ങി. പുതുവർഷത്തിന്റെ ആഘോഷ നിറവിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസിലാൻഡിലാണ് പുതുവർഷത്തിന്റെ വരവേൽപ്പിന് തുടക്കം കുറിച്ചത്. ആകാശത്ത് വർണ്ണങ്ങൾ വാരിവിതറിയും പടക്കങ്ങൾ പൊട്ടിച്ചും തെരുവിലിറങ്ങി ന്യൂസിലാൻഡുകാർ 2014-നെ വരവേറ്റു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുകയാണ്. പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി ന്യൂസിലാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ഇന്ത്യയിലെയും വിവിധ ഭാഗങ്ങളിൽ പുതുവത്സര ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ചില ദൃശ്യങ്ങളിലേക്ക്. മലയാളികളും പുതുവത്സരാഘോഷ നിറവിലാണ്. കോവളത്തെ പുതുവത്സരാഘോഷ വിശേഷങ്ങളുമായി ജസീമുണ്ട് നമ്മോടൊപ്പം. ജസീം, എങ്ങനെ പുരോഗമിക്കുന്നു കോവളത്തെ പുതുവത്സരാഘോഷങ്ങൾ? മുഹാജിർ 21-ാം നൂറ്റാണ്ടിലെ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ ഹൗവ ബീച്ച് വളരെ ആഘോഷ നിർഭരമാണ്. വർണ്ണപ്പകിട്ടാർന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. നിറപ്പകിട്ടാർന്ന ഈ സാഹചര്യത്തിൽ നിരവധി ആഘോഷത്തെ വരവേൽക്കുകയാണ്.
അക്ഷരാർത്ഥത്തിൽ ആഘോഷത്തിന്റെ തിമിർപ്പിലാണ് യുവാക്കളും കുടുംബങ്ങളും. അതുപോലെ ഈ ആഘോഷത്തിൽ പ്രത്യേകം ഒരുപാട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. പോലീസ് പ്രത്യേകമായ സുരക്ഷാ സംവിധാനങ്ങൾ, അതുപോലെ നിരവധി മെഡിക്കൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആംബുലൻസുകൾ പോലീസ് പ്രത്യേകമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഘോഷത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങളാണ്. മുഹാജിർ, ജസീം പറഞ്ഞത് ഒന്നും തന്നെ കേട്ടില്ല. ജനങ്ങളുടെ ആർപ്പുവിളികളും ആഘോഷത്തിന്റെ ആരവങ്ങളും കാരണം അവരുടെ ആരവങ്ങൾ മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ, അവരുടെ ദൃശ്യങ്ങളും മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ. ഒരിക്കൽ കൂടി എന്തൊക്കെയാണ് കോവളത്ത് ഇന്ന് ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? കോവളത്തു നിന്നുള്ള പുതുവത്സരാഘോഷ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സരുൺ ഖത്തറിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു, പ്രവാസികളുടെ പ്രതിനിധിയായി. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം 2013 സമ്മാനിക്കുന്ന വികാരം എന്താണ്? 2014 കിടക്കുമ്പോൾ അവർ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? സരുൺ ഹലോ സരുൺ പറഞ്ഞോളൂ, കേൾക്കാം. 2013 സംബന്ധിച്ചിടത്തോളം, ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ സമാധാനപരമായി നടന്ന ഒരു ഭരണമാറ്റത്തെ കുറിച്ച് തന്നെയാണ്. ലോക രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഇത്ര സമാധാനപരമായ ഒരു ഭരണമാറ്റം ഇതിനു മുൻപ് ഉണ്ടായതായി, അല്ലെങ്കിൽ ഈ സമീപ സമയങ്ങളിൽ ഉണ്ടായതായിട്ട് അറിവില്ല. അപ്പോൾ അതാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം 2013 ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല 2013 ഖത്തർ ഒരു വൻ കുതിച്ചുചാട്ടം തന്നെയാണ് എല്ലാ മേഖലകളിലും നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്താണെന്നുണ്ടെങ്കിലും, അതുപോലെ വിദ്യാഭ്യാസ രംഗത്താണെന്നുണ്ടെങ്കിലും, എനർജി റിലേറ്റഡ് രംഗത്താണെന്നുണ്ടെങ്കിലും, ഖത്തർ ഫൗണ്ടേഷന്റെയും ഖത്തർ യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ, അതുപോലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളതായ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾ മാതൃകയാക്കേണ്ടതാണ്. അമേരിക്കയുടെ പ്രസിഡന്റായ ബറാക് ഒബാമ അടക്കം ഖത്തറിനെ മറ്റു രാജ്യങ്ങൾ വികസന കാര്യങ്ങളിൽ മാതൃകയാക്കണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രതിസന്ധി നമ്മൾ പ്രവാസി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നിതാഖത്താണ്. പക്ഷേ ഖത്തറിലെ ഒരു ഭരണാധികാരികളുടെ ഒരു ദീർഘവീക്ഷണപരമായ ഒരു കാഴ്ചപ്പാടും പ്രവാസികളോട് അവരെടുക്കുന്നതായ ഒരു മമതയും കാരണം ഇവിടെ നിതാഖത്തിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല. മാത്രമല്ല 2014 സമീപിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഖത്തറിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഏറ്റവും മാതൃകാപരമായിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആഷ്കലിന്റെ നേതൃത്വത്തിലാണെന്നുണ്ടെങ്കിലും വളരെ സമയബന്ധിതമായിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. 2022 ഫിഫ വേൾഡ് കപ്പിനെ മുൻനിർത്തിക്കൊണ്ട് അത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആക്കി മാറ്റാമെന്ന് ഇപ്പൊ തന്നെ ഖത്തർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സരുൺ സൂചിപ്പിച്ച പോലെ സൗദിയെ അപേക്ഷിച്ച് ഖത്തർ കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. പ്രവാസികളെ, വിദേശത്തു നിന്നുള്ള ജനങ്ങളെ ഉൾക്കൊള്ളുന്നതിനും അവരുടെ രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കുചേർക്കുന്നതിനൊക്കെ വളരെ ലിബറലായ ഒരു സമീപനമാണ് ഖത്തർ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ വികസന പ്രവർത്തനങ്ങൾ, വൻതോതിൽ വികസന പ്രവർത്തനങ്ങൾ ഖത്തറിൽ വന്നു ചേരുന്നു. 2020 നടക്കാൻ പോകുന്ന ഖത്തർ എക്സ്പോ ഒക്കെ ആ രീതിയിലുള്ള മാറ്റങ്ങളാണ്. ഇതൊക്കെ പ്രവാസികളെ സംബന്ധിച്ചോളം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? പ്രവാസികൾക്ക് അതിൽ നിന്ന് എത്രത്തോളം ഗുണം ലഭിക്കാൻ ഇടയുണ്ട്? ഓക്കെ, ഇത് ഇപ്പോൾ ഈ പ്രവാസികളോടുള്ള ഇവിടുത്തെ ഭരണാധികാരികളുടെ ഏറ്റവും വലിയ കരുതലിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ 18 ഇവിടുത്തെ നാഷണൽ ഡേ സെലിബ്രേഷൻസ്. ഈ നാഷണൽ ഡേ സെലിബ്രേഷൻസിന് ഈ ചരിത്രത്തിൽ, ഖത്തറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്രാവശ്യം ഖത്തർ ഭരണാധികാരികൾ സ്വീകരിച്ച ഒരു സ്ലോഗൻ ഉണ്ട്, വൺ ലവ് എന്ന് പറയുന്നത്. ഈ വൺ ലവ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് പ്രവാസികളും ഒരു ഭാഗത്ത് ഇവിടുത്തെ തദ്ദേശീയരുമായ വ്യക്തികളും
കൈയോട് കൈകോർത്ത് വികസനത്തിലേക്ക് 2022 അല്ലെങ്കിൽ 2030 ഖത്തർ നാഷണൽ വിഷൻ 2030 എന്ന് പറയുന്ന ഒരു ശുഭ ഭാവിയിലേക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി ഇവിടുത്തെ പ്രവാസികളെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രവാസികളെ ഈ ഭാരതീയരടക്കമുള്ള എല്ലാ പ്രവാസികളെയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ ആ രീതിയിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഭരണാധികാരികളിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. പ്ലസ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിൽ പ്രവാസികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യം കൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഖത്തർ. ജോലി നൽകുന്ന കാര്യങ്ങളിലായാലും എല്ലാ കാര്യത്തിലും. അതുപോലെ ഖത്തർ ഫൗണ്ടേഷന്റെ കീഴിലുള്ള ഖത്തർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക്, നോളജ് വില്ലേജ് തുടങ്ങിയവർക്ക് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ അടക്കമുള്ള IIT അടക്കമുള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു നോളജ് സിറ്റിയാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമത്തിലാണ്. അപ്പോൾ പ്രവാസികൾക്ക് ഇവിടുത്തെ ഭരണാധികാരികൾ നൽകുന്ന ഒരു സമ്പൂർണമായ പിന്തുണയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അത് ഭാവിയിലും അത് തന്നെയാണ് എന്നുള്ളതിന്റെ ശുഭസൂചനയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ഡിസംബർ 18 സംസ്കൃതി അടക്കമുള്ള സാമൂഹ്യ സംഘടനകളിൽ നിന്നുള്ള പ്രവർത്തകരായിരുന്നു അതിന്റെ വോളണ്ടിയർമാരായിട്ട് പോലും പ്രവർത്തിച്ചിരുന്നത്. അപ്പോ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ നമുക്ക് പ്രവാസികളിലെ സന്നദ്ധ സേവകരെയും സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ കൈകോർത്തുകൊണ്ടാണ് ഈ ഡിസംബർ 18 നാഷണൽ ഡേ കൊണ്ടാടിയത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നൽകുന്ന സൂചനകൾ വളരെ വലുതാണ്. തീർച്ചയായും സാർ, മറ്റൊരു കാര്യം കൂടി, ഇത്തരം വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും സ്വാഗതം ചെയ്യാം. ഖത്തറിന്റെ വളർച്ചയ്ക്കും ഒപ്പം പ്രവാസികളുടെ വളർച്ചയ്ക്കും അതൊക്കെ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ അതോടൊപ്പം ചില ആശങ്കകളും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അതായത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മധ്യവർഗത്തിൽ പെട്ട ഇടനിലക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ ഖത്തർ പറ്റാത്ത ഒരിടമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ആകുന്നില്ല പുതിയ വികസന പ്രവർത്തനങ്ങൾ. അവർ ഇതിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു എന്ന ഒരു ആശങ്കയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാണ്? 2014 എത്രത്തോളം ഇത് നമ്മെ ബാധിക്കാനിടയുണ്ട്? അതെ, ഇത് ഗാർഡിയൻ ദിനപത്രം നേരത്തെ പറഞ്ഞതുപോലെ ഗാർഡിയൻ ദിനപത്രം റിപ്പോർട്ട് ചെയ്തതും അതുപോലെ BBC അടക്കമുള്ള വിദേശ ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്. ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു പരിരക്ഷയുടെ കുറവ്. പക്ഷേ ഖത്തർ അതിനെ പ്രതിരോധിച്ചത് അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു പരിധിവരെ അത് ശരിയായിരുന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഖത്തർ ഭരണാധികാരികളും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സും എടുത്തിരിക്കുന്ന ഒരു ഇത് എന്ന് പറയുന്ന ഒരു കാൽവെപ്പ് എന്ന് പറയുന്നത് UN മനുഷ്യാവകാശ സംഘടനയടക്കമുള്ള വിദേശ സംഘടനകളെ ഇവിടുത്തെ ലേബർ ക്യാമ്പുകളും മറ്റും നേരിട്ട് വന്ന് സന്ദർശിച്ച് അവിടെ അവർക്ക് സന്ദർശിക്കാനുള്ള ഒരു അനുമതി ഇവർ കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഇവർ അതിനെ പ്രതിരോധിച്ചത്. മാത്രമല്ല ഇപ്പോൾ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് 2013 എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ ഖത്തർ റെഡ് ക്രസന്റിന്റെ കീഴിൽ ആരോഗ്യ മേഖലയിൽ 100 കണക്കിന് മില്യൺ ഖത്തർ റിയാൽ ചെലവാക്കിക്കൊണ്ടാണ് അവർക്ക് വരുന്നതായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഖത്തർ റെഡ് ക്രസന്റ് ഹോസ്പിറ്റൽ കൂടാതെ ഇപ്പോൾ തന്നെ മറ്റ് അത്യന്താധുനിക സാഹചര്യങ്ങളും മെഡിക്കൽ ഫെസിലിറ്റീസും ഒരുക്കിക്കൊണ്ടാണ് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് സൗജന്യമായി ചികിത്സയ്ക്ക് ഖത്തർ ഗവൺമെന്റ് ഖത്തർ ആരോഗ്യ മന്ത്രാലയവും ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് 2014-2015 കൂടി അതിന്റെ പണി ഏകദേശം പൂർത്തിയാവുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സർ, മറ്റൊരു കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഖത്തറിൽ ഒരു ഭരണ മാറ്റമുണ്ടായി. നേരത്തെ പലരും വിലയിരുത്തിയതുപോലെ മിഡിൽ ഈസ്റ്റിന് അല്ലെങ്കിൽ ഗൾഫിന്റെ ഒരു നേതൃപരമായ പങ്ക് സൗദിയിൽ നിന്നും ഖത്തറിലേക്ക് മാറുന്ന ഒരുതരം രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ഭരണാധികാരി എത്തുമ്പോൾ ഈ സാഹചര്യത്തിൽ എത്രത്തോളം മാറ്റം പ്രതീക്ഷിക്കാം? ഖത്തറിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദീർഘവീക്ഷണത്തോടുകൂടി അടിസ്ഥാന സൗകര്യം മുതൽ എനർജി മേഖലകൾ മുതൽ ആരോഗ്യ മേഖലകൾ മുതൽ ഏറ്റവും ദീർഘവീക്ഷണത്തോടുകൂടി ഖത്തറിനെ നയിച്ചു കൊണ്ടുപോയിരുന്നതായിരുന്നു നമ്മളുടെ സ്ഥാനം ഒഴിഞ്ഞ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കേവലം 33 വയസ്സ് മാത്രം പ്രായമുള്ള കിരീടാവകാശിയായിരുന്ന ഷെയ്ഖ് തമീമിന് വളരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ സമാധാനപരമായി ആണ് അദ്ദേഹം ഭരണം കൈമാറിയിരിക്കുന്നത്. ശരിക്കും ഒരു യങ് ബ്ലഡ് ആയതുകൊണ്ട് തന്നെ നല്ല ദീർഘവീക്ഷണമുള്ള ആളാണ്. ആർമിയിലെല്ലാം പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ് പുതിയ ഷെയ്ഖായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ ഭരണാധികാരി കൂടാതെ ഖത്തർ ഫൗണ്ടേഷൻ മുതലായ മേഖലകളിലെല്ലാം പ്രവർത്തിച്ച് വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം പ്രവർത്തിച്ച് ഒരു കഴിവ് തെളിയിച്ച ആള് തന്നെയാണ് ഷെയ്ഖ് തമീം.
അപ്പോൾ എല്ലാവരും ശുഭസൂചനയോടുകൂടി അല്ലെങ്കിൽ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് പുതിയ ഭരണാധികാരിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, 2013 ഖത്തറിലെ മലയാളികളായ പ്രവാസികൾക്ക് ബാക്കി വെക്കുന്നത് എന്താണ്? 2014 നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? 2013 ഇവിടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം 2013 എന്ന് പറയുന്നത് ഖത്തറിൽ ഏറ്റവും ഓർത്തുവെക്കാവുന്ന ഒരു ഇവന്റ് ആയിരുന്നു ഡിസംബർ 18. ഡിസംബർ 18 പ്രവാസികളുടെയും അതുപോലെ തന്നെ സ്വദേശികളുടെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടി സാഹോദര്യ മനോഭാവത്തോടു കൂടിയിട്ടാണ് ഇവിടുത്തെ നാഷണൽ ഡേ കൊണ്ടാടിയത്. അതുപോലെ തന്നെ ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങൾക്കും വിവിധ സ്ഥലങ്ങളിൽ നമ്മൾക്ക് നമ്മളുടെ കൾച്ചറൽ ഈവന്റ്സ് എല്ലാം നടത്തുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. മാത്രമല്ല ഇന്ത്യയിൽ നമ്മുടെ മലയാളത്തിലെ സിനിമകളടക്കം ഒരു ദോഹ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ മലയാളത്തിൽ നിന്നും കന്നഡയിൽ നിന്നും എല്ലാമുള്ള ഭാഷകളിൽ നിന്നുള്ള സിനിമകളടക്കം ഒരുപാട് ദോഹ ഫിലിം ഫെസ്റ്റിവലിൽ ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ പ്രവാസി ഭാരതീയർക്ക് പ്രത്യേകിച്ച് 2013 എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു വർഷമാണ് ഖത്തറിൽ. 2014 ഇവിടെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഹമദിലാണെന്നുണ്ടെങ്കിലും ജോലി സാധ്യതകൾ വളരെയധികമാണ്. അതിനകത്ത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് സാധ്യതകളാണ് ഇപ്പോൾ ഖത്തറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. 2014-2015 കൂടി ഏകദേശം 30% ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴുള്ള 16,000-ൽ നിന്ന് ഏകദേശം 22,000 2018 കൂടി ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്ന അവരുടെ ജീവനക്കാരുടെ വർധനവ്. നന്ദി. 2014 മുതൽ സംസ്കൃതി മീഡിയ കോർഡിനേറ്റർ ഖത്തറിൽ നിന്നും ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് പുതുവത്സര ആശംസകൾ നേരുന്നു സരുൺ. ഒപ്പം ഖത്തറിലെ മറ്റ് പ്രവാസികൾക്കും. ഇപ്പോൾ MC നാസർ നമ്മോടൊപ്പമുണ്ട് ദുബൈയിൽ നിന്നും. ശ്രീ MC നാസർ, 2013 സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ ഓർമ്മിക്കാൻ കഴിയുന്ന മുഹൂർത്തങ്ങൾ എന്തൊക്കെയാണ്? 2014 അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? മുഹജ്ജർ, തീർച്ചയായും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തൊഴിൽപരമായി വലിയ തോതിലുള്ള പ്രതിസന്ധി സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പ്രവാസികൾ നേരിടുകയുണ്ടായി. നിസാക്കാത്ത് മൂലം സൃഷ്ടിക്കപ്പെട്ട ആ പ്രതിസന്ധി മൂലം നിരവധി 10,000-കണക്കിന് ആളുകൾക്ക് മടങ്ങിപ്പോരേണ്ടി വന്നു. എങ്കിൽ പോലും ഖത്തർ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വളരെ ഒരു പുതിയ ഉണർവ് രൂപപ്പെടുകയും പ്രത്യേകിച്ച് ഫിഫ വേൾഡ് കപ്പിനെ ഖത്തർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എക്സ്പോ 2020 വേണ്ടി ദുബൈ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അതോടൊപ്പം തന്നെ മറ്റു മേഖലയിലെ വിപണികളിലും വലിയ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽപരമായി നോക്കുമ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള ചില സൂചനകളാണ് 2014 അവർക്ക് ബാക്കി നിർത്തുന്നത്. 2013 പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് ഗൾഫ് മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പ്രവാസികൾക്ക് പൊതുവെയുള്ളത്. മുഹാജിർ. നാസർ, രാഷ്ട്രീയപരമായി അറബ് നാടുകളിലെ സ്ഥിതിവിശേഷം എന്തൊക്കെയാണ് ഇപ്പോൾ? യഥാർത്ഥത്തിൽ ഇറാനുമായുള്ള ആണവ പ്രശ്നങ്ങൾ ഏകദേശം പരിഹരിക്കാൻ സാധിച്ചു. വളരെ ഗുണപരമായ മാറ്റമാണ്. അതേസമയം തന്നെ ഗൾഫ് നാടുകളെ ഏറ്റവും സ്വാധീനിക്കുന്ന ഫലസ്തീൻ പ്രശ്നത്തിൽ പരിഹാരം ബാക്കിയാണ്. ഈജിപ്തിൽ കൂടുതൽ സംഘർഷഭരിതമാണ്. എത്രത്തോളം രാഷ്ട്രീയപരമായി ഈ മേഖലയിലെ ഇത്തരം അവസ്ഥകൾ ഗൾഫ് നാടുകളെ സ്വാധീനിക്കുന്നുണ്ട്? 2014 അതിന്റെ പ്രതിഫലനങ്ങൾ എത്രത്തോളം ഉണ്ടാകും? മുഹാജിർ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുത, ഇതുവരെ അമേരിക്കയോട് ഒരു പരിധി വിട്ട വിധേയത്വം പുലർത്തി വന്ന ഗൾഫ് രാജ്യങ്ങൾ ഏറെക്കുറെ ഒരു പുനരാലോചനയുടെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നതാണ് 2013 നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഘടകം. കാരണം വളരെ വലിയ തോതിൽ തന്നെ അമേരിക്കൻ സൈനിക താവളങ്ങളും സൈനിക സാന്നിധ്യവും നിലനിൽക്കുന്ന ഒരു മേഖല എന്ന നിലക്ക് അമേരിക്കയുടെ താല്പര്യങ്ങൾ വളരെ വലുതായിരുന്നു. പക്ഷെ ഇറാനുമായുള്ള കൈകോർക്കൽ മാത്രമല്ല, നേരത്തെ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് സിറിയ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വൻശക്തി രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് അനുഭാവപൂർണമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടായിട്ടില്ല എന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയോ ധാരണയോ ഗൾഫ് രാജ്യങ്ങളിൽ വിശേഷിച്ചും രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയോടുള്ള ഒരു നയം മാറ്റത്തിന് ഗൾഫ് രാജ്യങ്ങൾ പരമാവധി നിർബന്ധിതമാക്കുകയാണ്. അത് ആ ഒരു സാധ്യത മുതലെടുത്തുകൊണ്ട് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ മേഖലയിൽ വലിയ സാന്നിധ്യം ഉറപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വസ്തുത. നേരത്തെ മുഹാജിർ സൂചിപ്പിച്ചതുപോലെ ഇറാനുമായിട്ട് ആണവ പ്രശ്നത്തിൽ വൻശക്തി രാജ്യങ്ങൾ ധാരണയിലെത്തിയതിന്റെ ഏറ്റവും വലിയ ഗുണഫലം ലഭിക്കാൻ പോകുന്നത് UAE-യും ഒമാനും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്കാണ്. നേരത്തെ MC നാസറാണ് വിവരങ്ങൾ നൽകിയത് ദുബൈയിൽ നിന്നും.
2014 കടന്നിരിക്കുകയാണ് ലോകം. പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഏവർക്കും മീഡിയ വണ്ണിൻ്റെ പുതുവത്സര ആശംസകൾ നേരുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതുവർഷാഘോഷങ്ങൾ പുരോഗമിക്കുന്നു. നമ്മളും പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോവളം ബീച്ചിൽ നിന്നുള്ള പുതുവത്സരാഘോഷ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസീമുണ്ട് കോവളത്ത് നിന്നും പുതുവത്സര വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. ജസീം, എങ്ങനെ പുരോഗമിക്കുകയാണ്? ജനങ്ങൾ ആവേശത്തിലാണോ? മുഹാജിർ, ഇപ്പോൾ കാണാൻ കഴിയുന്നത് പോലെ കോവളം ബീച്ചിൽ ആകാശം വർണ്ണാഭമായി കൊണ്ടിരിക്കുകയാണ്. പുതുവത്സരത്തെ നാട്ടുകാർ ആവേശപൂർവ്വം വരവേറ്റുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോവളം ബീച്ചിൽ ജനമൈത്രി പോലീസും തിരുവനന്തപുരം സിറ്റി പോലീസും പ്രത്യേകം ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഈ സംവിധാനങ്ങളുടെ അകമ്പടിയിൽ തന്നെയാണ് ലോകത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഒരുപക്ഷെ പ്രതീക്ഷ കൈവരുന്ന ഈ നിമിഷത്തിൽ നാട്ടുകാർ വലിയ ആവേശത്തോടു കൂടി പുതുവത്സരത്തെ വരവേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ സംവിധാനങ്ങൾ ഇവിടെ ഈ ആഘോഷത്തിനായി തിരുവനന്തപുരം പോലീസും ജനമൈത്രി പോലീസിന്റെയും നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. വലിയ പ്രത്യേക പരിപാടികളാണ് ജനാവലി തന്നെയാണ് ഇവിടെ ആഘോഷത്തെ വരവേൽക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. ജസീം, പുതുവർഷവുമായി ബന്ധപ്പെട്ട് പുതുവർഷ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേക പരിപാടികൾ കോവളത്ത് സജ്ജീകരിച്ചിട്ടുണ്ടോ? എന്താണ് അതിന്റെ വിശദാംശം? പ്രത്യേക പരിപാടികൾ ഒന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. അതേസമയം വലിയ ജനാവലി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പടക്കങ്ങളും അതുപോലെ വെടിക്കെട്ടുകളും പൊട്ടിച്ച് ഇവിടെ വലിയ ആഘോഷ പരിപാടികൾ തന്നെയാണ് കോവളത്തെ ഹവ്വ ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ കുടുംബങ്ങളായും അതുപോലെ സൗഹൃദങ്ങൾ പങ്കുവച്ചും ആളുകൾ ഈ ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നിരവധി ആഘോഷവേള സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി ജനമൈത്രി പോലീസിന്റെയും തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും നേതൃത്വത്തിൽ വലിയ സംവിധാനങ്ങൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായി മെഡിക്കൽ സർവീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാണ് ഈ ആഘോഷ പരിപാടികൾ ഇപ്പോൾ തിരുവനന്തപുരം കോവളം ഹവ്വ ബീച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹാജിർ. നന്ദി ജസീം, വിവരങ്ങൾ നൽകിയതിന്. പുതുവർഷാഘോഷ ലഹരിയിലാണ് ലോകം. കോവളത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ജസീം നൽകുകയായിരുന്നു വിവരങ്ങൾ. ഒമാനിലെ ബർക്കയിൽ കഴുത്തറുത്ത നിലയിൽ മലയാളിയുടെ മൃതദേഹം കണ്ടെത്തി. വളാഞ്ചേരി ഗുരുനാഥ തൊടിയിൽ അനിൽകുമാറാണ് മരിച്ചത്. ബർക്കയ്ക്ക് സമീപം ഒഗ്ദയിൽ സഹപ്രവർത്തകർക്കൊപ്പം താമസിച്ചിരുന്ന മുറിയിലാണ് മൃതദേഹം കണ്ടത്. സ്വയം കഴുത്തറുത്ത് മരിച്ചു എന്നാണ് ഒപ്പം താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളും പാകിസ്ഥാനികളും പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നു. റോയൽ ഒമാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അൽ ഹഷീൽ എന്ന കമ്പനിയിലെ ഡ്രില്ലിംഗ് ജീവനക്കാരനായിരുന്നു മരിച്ച അനിൽകുമാർ. മൃതദേഹം റുസ്താഖ് ആശുപത്രിയിലേക്ക് മാറ്റി. സൗദി അറേബ്യയിൽ കാണാതായ യുവാവിനായി 14 വർഷമായി കാത്തിരിക്കുകയാണ് വൃദ്ധയായ മാതാവും കുടുംബാംഗങ്ങളും. മലപ്പുറം ജില്ലയിലെ ചെറുമുക്ക് പള്ളിക്കത്താഴത്തെ ഹംസത്തിന്റെ കുടുംബമാണ് വേദന കടിച്ചമർത്തി കാത്തിരിക്കുന്നത്. ഹംസത്തിനെ കണ്ടെത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ മുട്ടാത്ത വാതിലുകളില്ല. സഹോദരങ്ങളായ അബ്ദുവിന്റെയും സുബൈദയുടെയും വിവാഹത്തിൽ പങ്കെടുത്ത ഹംസത്ത് 1999 മെയ് മാസത്തിലാണ് റിയാദിലേക്ക് തിരിച്ചുപോയത്. 2 മാസത്തോളം കത്തിടപാടുകൾ നടന്നു. പിന്നീട് ഇതുവരെ ഹംസത്തിനെ കുറിച്ച് ഒരു വിവരവുമില്ല. 2.5 മാസം കത്തും വിവരക്കുണ്ട്. 2.5 മാസം കഴിഞ്ഞ ഒരു വിവരമില്ല. ഇന്ന് വരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു വിവരമില്ല. ഓരോട് പറയുമ്പോൾ ഒരു പറയും ഞങ്ങളെ പാപ്പാനെയും കാണാനില്ലല്ലോ അറബിൻ്റെ ഒരു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ വിളിച്ച് അന്വേഷിച്ച് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കണം. അവിടെ വേറെ ആൾക്ക് കൊടുത്തിട്ട്. കാണാതായത് മുതൽ ഹംസത്തിനെ അന്വേഷിച്ച് അലയുകയാണ് ഈ കുടുംബം. വിദേശകാര്യമന്ത്രിക്കും പ്രവാസകാര്യമന്ത്രിക്കും സംസ്ഥാന മന്ത്രിമാർക്കും നിരവധി തവണ നിവേദനം നൽകി. പരാതി കിട്ടിയെന്നല്ലാതെ അന്വേഷണം എന്തായി എന്നതിനെക്കുറിച്ച് മാത്രം ആരും ഒന്നും പറഞ്ഞില്ല. ഓലാരും ആദ്യം കണ്ടീനി അറിഞ്ഞ് പിന്നെ കണ്ട വിവരമൊന്നും ആരും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞിട്ടില്ല.
ആദ്യമൊക്കെ അവനെ കണ്ടീനി ഞങ്ങളൊക്കെ, പിന്നെ അവനെ ഞങ്ങൾ പെട്ടെന്ന് കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന ഹംസത്തിന്റെ ഏക മകൻ മുഹമ്മദ് റിഷാദിന് അന്ന് 6 വയസ്സായിരുന്നു പ്രായം. എന്നാൽ വാപ്പയെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മകളുണ്ട് റിഷാദിന്. കാത്തിരിപ്പ് നീളുമ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല ഈ കുടുംബം. ഞാൻ ഉണ്ടെങ്കിൽ അമ്മ കടം പിടിക്കുള്ളൂ, നിങ്ങൾ ബേജാറാക്കി ഇറങ്ങിപ്പോയത്. പിന്നെ ഇന്ന് വരെ ഞങ്ങൾക്ക് ജലീൽ പടന്ന, മീഡിയ 1 മലപ്പുറം. സൗദിയിൽ നിതാഖാത്ത് പദ്ധതിയുടെ പരിഷ്കരിച്ച പതിപ്പ് തൊഴിൽ മന്ത്രാലയം തയ്യാറാക്കി. പരിഷ്കരിച്ച പതിപ്പ് ഏതാനും നാളുകൾക്കുള്ളിൽ പുറത്തുവിടും. രാജ്യത്തിന്റെ തൊഴിൽ മേഖലകളിൽ സ്വദേശികളുടെ നിയമന ശതമാനം വർദ്ധിപ്പിക്കുകയാണ് പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വ്യത്യസ്തമായ 50ഓളം തൊഴിൽ മേഖലകളിലാണ് സ്വദേശി പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക. സ്ഥാപനങ്ങളുടെ വലിപ്പവും ബിസിനസ് മേഖലകളും നിതാഖാത്ത് വ്യവസ്ഥ പ്രകാരം ഏത് ഗണത്തിൽപ്പെടുന്നുവെന്നും മറ്റും പരിഗണിച്ചായിരിക്കും സ്വദേശിവൽക്കരണത്തിന്റെ തോത് നിശ്ചയിക്കുക. നിതാഖാത്ത് ഇനങ്ങളായ പച്ചഗണത്തിൽപ്പെട്ട സ്ഥാപനങ്ങളെ ലോ, മീഡിയം, ഹൈ എന്നിങ്ങനെ 3ആയി തരംതിരിക്കും. പരിഷ്കരിച്ച സ്വദേശിവൽക്കരണ ശതമാനം നിർണ്ണയിക്കുന്നത് സ്ഥാപനങ്ങളുടെ മൊത്തവ്യാപ്തി അനുസരിച്ച് 3 ഘട്ടങ്ങളായി തിരിച്ചായിരിക്കും. ഇത് സംബന്ധമായ വിശദവിവരങ്ങൾ ഉടനെ സ്വകാര്യ മേഖലയിലുള്ള തൊഴിൽ സ്ഥാപനങ്ങൾക്ക് കൈമാറും. കഴിഞ്ഞ 2 വർഷമായി സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട് തൊഴിൽ മന്ത്രാലയം നടപ്പാക്കിയ നിതാഖാത്ത് വ്യവസ്ഥ വിജയകരമായിരുന്നുവെന്നും സ്വകാര്യ സ്ഥാപനങ്ങൾ മന്ത്രാലയത്തിന്റെ ഉത്തരവുമായി സഹകരിച്ചുവെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. നിതാഖാത്ത് നിയമം നടപ്പിലാക്കിയത് മുതലുള്ള അനുകൂല ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വ്യാവസായിക വാണിജ്യ രംഗത്തെ വിശദമായ പഠനത്തിന് വിധേയമാക്കിയതായും മന്ത്രാലയം അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ മാർക്കറ്റിലെ സാധ്യതകൾക്കനുസൃതമായി തൊഴിലന്വേഷകരായ സ്വദേശികളുടെ യോഗ്യതകൾ വിലയിരുത്തി സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്താനാണ് മന്ത്രാലയം പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. തൊഴിൽ മാർക്കറ്റിനെ സമഗ്രമായി വിലയിരുത്തിയായിരിക്കും പരമാവധി സ്വദേശികൾക്ക് ജോലി നൽകുക. സ്വദേശികളുടെ സേവനം കൂടുതൽ ആവശ്യമുള്ള മേഖലകളെ പ്രത്യേകമായി നിരീക്ഷിക്കും. ചുവപ്പ്, മഞ്ഞ കാറ്റഗറിയുള്ള സ്ഥാപനങ്ങളിൽ 2 മുതൽ 4% വരെയാണ് സ്വദേശിവൽക്കരണ തോത്. എന്നാൽ പച്ചയുടെ വിവിധ തട്ടുകളിൽ 9 മുതൽ 20% വരെയും പ്ലാറ്റിനം വിഭാഗത്തിൽ 21 മുതൽ 100% വരെയും സ്വദേശിവൽക്കരണമാണ് പരിഷ്കരിച്ച നിതാഖാത്ത് നിർദ്ദേശിക്കുന്നത്. ചില്ലറ മൊത്ത കച്ചവട സ്ഥാപനങ്ങൾക്കും നിർമ്മാണ മേഖല, മെയിൻ്റനൻസ്, ക്ലീനിംഗ്, ഓപ്പറേഷൻ വിഭാഗങ്ങളിലുമെല്ലാം പ്രത്യേക സ്വദേശിവൽക്കരണ തോത് പരിഷ്കരിച്ച നിതാഖാത്ത് നിയമം അനുശാസിക്കുന്നുണ്ട്. മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി, മീഡിയ 1, ജിദ്ദ. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുന്നതിനും പരിഹാരം കാണുന്നതിനും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കുന്നു. ജനുവരി 4 ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണി വരെയാണ് കോൺസുലേറ്റ് അങ്കണത്തിൽ ഓപ്പൺ ഹൗസ് നടക്കുക. കോൺസുലർ ജനറൽ ഫൈസ് അഹമ്മദ് കിദ്വായിക്കും മറ്റ് കൗൺസിലർമാർക്കും നേരിട്ട് പരാതികൾ സമർപ്പിക്കാമെന്ന് കോൺസുലേറ്റ് പത്രക്കുറിപ്പിൽ അറിയിച്ചു. മസ്കത്തിലെ ഇന്ത്യൻ സ്കൂൾ പ്രവേശനത്തിന് അപേക്ഷ നൽകാനുള്ള രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് രക്ഷിതാക്കൾക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്നു. നഗരത്തിലെ 6 സ്കൂളുകളിലേക്ക് നടക്കുന്ന ഏകീകൃത ഓൺലൈൻ പ്രവേശനത്തിന് നാളെ മുതലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മസ്കത്തിൽ ഇന്ത്യൻ സ്കൂൾ പ്രവേശനത്തിന് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ മാത്രമുള്ള ഫീസ് 2 വർഷത്തിനിടെ 2 ഇരട്ടിയായാണ് വർദ്ധിപ്പിച്ചത്. 2011 ഓൺലൈൻ ഏകീകൃത പ്രവേശന സംവിധാനം ആരംഭിക്കുമ്പോൾ 5 റിയാലായിരുന്നു രജിസ്ട്രേഷൻ ഫീസ്. അടുത്ത അധ്യയന വർഷം ഇത് 10 റിയാലാക്കി വർദ്ധിപ്പിച്ചു. ഈ വർഷം ബോർഡ് അപേക്ഷ ക്ഷണിച്ചപ്പോൾ 15 റിയാൽ രജിസ്ട്രേഷൻ ഫീസ് നൽകണമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. പ്രവേശന സമയത്ത് നൽകേണ്ട മറ്റു ഫീസുകൾക്ക് പുറമെയാണിത്. ഇതൊരു മണി മേക്കിംഗ് സ്ഥാപനത്തെക്കാളുപരി പ്രവാസികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു നിലവാരമുള്ള സ്കൂളുകൾ ആക്കി ഉയർത്തുക എന്നുള്ള ആ ഒരു മിഷനിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ ആവശ്യത്തിന് ഫണ്ടുണ്ട്. ആ ഫണ്ട് ഉള്ളപ്പോൾ ഇത്രമാത്രം ഉയർന്ന ഒരു നിരക്ക് ഈടാക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. പുതിയ അധ്യയന വർഷം പ്രവേശനം ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ www.indianschoolsoman.com എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നീട് രേഖകളും അപേക്ഷയുടെ പ്രിൻ്റ് പ്രവേശനം ആഗ്രഹിക്കുന്ന സ്കൂളിൽ ജനുവരി 5 മുതൽ 15 റിയാൽ ഫീസ് സഹിതം സമർപ്പിക്കണം. തലസ്ഥാന നഗരത്തിലെ മസ്കറ്റ്, ഗൂബ്ര, ദാർസൈത്ത്, വാദി കബീർ, സീബ്, മബേലെ സ്കൂളുകളിലേക്കാണ് ഏകീകൃത പ്രവേശനം നടക്കുന്നത്. ജനുവരി 1 മുതൽ 29 വരെയാണ് വിവിധ ക്ലാസുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ നൽകേണ്ടത്. ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ഭീകരാക്രമണം ലക്ഷ്യമിട്ട് ബഹ്റൈനിൽ വിവിധ സ്ഥലങ്ങളിലായി സൂക്ഷിച്ച സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. ആയുധശേഖരവുമായി ബഹ്റൈൻ തീരത്തേക്ക് വന്ന ഒരു ബോട്ടും പിടികൂടിയിട്ടുണ്ട്. സംഭവങ്ങളെ തുടർന്ന് പോലീസ് കൂടുതൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് സുരക്ഷ ശക്തമാക്കി. ഇന്ത്യൻ അംബാസിഡർ സഞ്ജീവ് അറോറ ഖത്തർ നീതിന്യായ വകുപ്പ് മന്ത്രി ഡോസൻ ലഹ്ദാൻ സഖർ അൽ മുഹന്നദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും സഹകരണവും കൂടുതൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കൂടിക്കാഴ്ച. നീതിന്യായ മന്ത്രിയുടെ കാര്യാലയത്തിൽ വെച്ചായിരുന്നു സന്ദർശനം.
നേപ്പാൾ തൊഴിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ കാരണം ഏജന്റുമാരാണെന്ന് ഖത്തറിലെ നേപ്പാൾ എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നേപ്പാൾ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് കാരണം ഏജന്റുമാരുടെ മനസ്സാക്ഷിയില്ലാത്ത സമീപനമാണെന്നും എംബസി ഉദ്യോഗസ്ഥനായ ഹരിഹർ കാന്ത് പൗതോൽ പറഞ്ഞു. തൊഴിലാളികൾക്കും സ്ഥാപനങ്ങൾക്കുമിടയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ഏജന്റുമാരെ നിയന്ത്രിക്കാനുള്ള നടപടികൾ എത്രയും വേഗം ആരംഭിക്കണമെന്നും പൗതോൽ കൂട്ടിച്ചേർത്തു. റാസൽ ഖൈമ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാക്ക് എയർവേസ് നാളെ മുതൽ സർവീസ് നടത്തില്ല. റാക്ക് എയർവേസ് അധികൃതരാണ് ഇനിയൊരു അറിയിപ്പുണ്ടാവുന്നതുവരെ എയർവേസ് സർവീസ് നടത്തില്ലെന്ന് അറിയിച്ചത്. വിപണിയിലെ മത്സരത്തിൽ കടുത്ത സമ്മർദ്ദം നേരിടുന്നതും ഓപ്പറേഷൻ ചിലവ് വർദ്ധിച്ചതുമാണ് പ്രവർത്തനം നിർത്തിവെക്കാൻ കാരണമെന്ന് അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കോഴിക്കോട്, ജിദ്ദ, റിയാദ്, ദോഹ, പെഷവാർ, ഇസ്ലാമാബാദ്, ലാഹോർ, കാഠ്മണ്ഡു തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത്. ഇതോടെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന് എന്ന തലക്കെട്ടിൽ KNM സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി കുവൈത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുമെന്ന് KKIC KNM വിഭാഗം ഭാരവാഹികൾ അറിയിച്ചു. അടുത്ത മാസം 10 വൈകിട്ട് 6:30 ജലീബ് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി, ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി, മുഹ്യുദ്ദീൻ മദനി, MM അക്ബർ, അഷ്റഫ് ഒമാൻ തുടങ്ങിയവർ സംബന്ധിക്കും. ഉംറ തീർത്ഥാടകൻ മലപ്പുറം ജില്ലയിലെ മകരപ്പറമ്പ് സ്വദേശി വറ്റലൂർ ചക്രതൊടി പൊറ്റങ്ങൽ മുഹമ്മദ് എന്ന കുഞ്ഞിപ്പ മക്കയിൽ നിര്യാതനായി. 79 വയസ്സായിരുന്നു. ഭാര്യ ഫാത്തിമയുടെയും 2 മക്കളുടെയും കൂടെ ഉംറ നിർവഹിക്കാനെത്തിയതായിരുന്നു. ഉംറ നിർവഹിച്ച ശേഷം ഹൃദയാഘാതം അനുഭവപ്പെടുകയും ഉടൻ മരണം സംഭവിക്കുകയും ചെയ്തു. മൃതദേഹം മക്ക സാരയിൽ മറവ് ചെയ്തു. ഈജിപ്തിൽ ഭരണകൂടം പിടികൂടിയ തങ്ങളുടെ ജീവനക്കാരെ എത്രയും വേഗം വിട്ടയക്കണമെന്ന് അൽ ജസീറ ചാനൽ ആവശ്യപ്പെട്ടു. നെയ്റോബി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ ലേഖകനായ പീറ്റർ ഗ്രേസ്റ്റെ, കെയ്റോ ബ്യൂറോ ചീഫ് മുഹമ്മദ് ഫഹ്മി, ബാഹിർ മുഹമ്മദ്, ക്യാമറമാൻ മുഹമ്മദ് ഫൗസി എന്നിവരെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഈജിപ്ത് പട്ടാളം അറസ്റ്റ് ചെയ്തത്. രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയായ മുസ്ലിം ബ്രദർഹുഡുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്ന് ആരോപിച്ചാണ് അറസ്റ്റ് ചെയ്തത്. കുളമ്പ് രോഗത്തിന്റെ പേരിൽ കന്നുകാലികളെ കൊണ്ടുവരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് കാലി വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കി. രോഗം തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് കോഴിക്കോട് കൊടുവള്ളിയിൽ കന്നുകാലി വ്യാപാരികൾ മാർച്ച് നടത്തി. കേരളത്തിലെ പ്രധാന കാലിച്ചന്തകളിൽ ഒന്നാണ് കൊടുവള്ളി. കുളമ്പ് രോഗത്തെ തുടർന്ന് കാലികളുടെ വരവ് നിലച്ചതോടെ കാലി വ്യാപാരികൾ പ്രതിസന്ധിയിലായി. ഈ തൊഴിലെടുത്തും ഇറച്ചിക്കടകൾ നടത്തിയും ഇതിനോടനുബന്ധിച്ചുള്ള കൂടിയും ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവരെല്ലാം ഇപ്പോൾ ഭയങ്കര കഷ്ടത്തിനാകും. കാലിച്ചന്തയെ ആശ്രയിച്ച് ജീവിക്കുന്ന ലോറി ഉടമകളും ഇതോടെ തൊഴിൽ രഹിതരായി. വേറെ ജോലിക്കൊന്നും പോകാൻ ഈ വാഹനം കൊണ്ട് കഴിയുകയുമില്ല. കാലങ്ങളോടെ ഇതുമായി കഴിയുന്നവരാണ്. ഞങ്ങളൊക്കെ പട്ടിണിയിലാണ്. പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കന്നുകാലി തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി കൊടുവള്ളി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മീഡിയ 1 കോഴിക്കോട്. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയും കറൻസി നിലവാരവും. ന്യൂസ് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. മീഡിയ 1 പ്രേക്ഷകർക്ക് പുതുവത്സര ആശംസകൾ നേരുന്നു. ഗുഡ് നൈറ്റ്.